പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ കൃപ അനിൽ സക്കറിയയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് ഏവർക്കും പ്രചോദനവും പ്രത്യാശയും അനുഗ്രഹവുമായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ കൃപ അനിൽ സക്കറിയായി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. തീർച്ചയായും. എൻ്റെ പേര് കൃപ അനിൽ സക്കറിയ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അനിൽ സക്കറിയ എന്നാണ്. എനിക്ക് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങള് പഠനത്തോടുള്ള ബന്ധത്തില്, അവരുടെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തില് വെളിയിലായിരിക്കുന്നു. ഞങ്ങള് ജയ്പൂർ സെറ്റിൽഡാണ്. ജയ്പൂരിൽ ഞങ്ങള് ഏകദേശം 25 വർഷത്തോളം ആയിരിക്കുന്നു. ഞങ്ങൾ ജയ്പൂരില് ഞങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുറിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഓക്കെ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃപ അനിൽ എന്നാണ്. ഞങ്ങള് ജയ്പൂരിലായിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അരോമ ടിവിയിൽ കൂടെ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർ ദ്വാര എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഒരവസരം കർത്താവിന്റെ ഒരു സാക്ഷിയായി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് തിരുമേനിയുടെ വചനത്തിൽ കാണുന്ന പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ അത് സാക്ഷ്യമാകട്ടെ, അത് നമ്മുടെ ജീവിതാനുഭവമാകട്ടെ, അത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാകട്ടെ, പാട്ടാകട്ടെ, അതെല്ലാം ദൈവനാമമഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ഇളയ സാക്ഷ്യം അത് അരോമ ടിവിക്കും അരോമ ടിവിയിലുള്ള വ്യൂവേഴ്സിനും അതൊരു അനുഗ്രഹവും അവരുടെ ആത്മീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ തന്നെ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന പട്ടണത്തിലാണ്. എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഞാനൊരു ബ്രദറൻ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ അതിനെ ഇപ്പോഴും കണക്കാക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാപിതാക്കൾക്ക് 4ാമത്തെ പുത്രിയായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് മൂത്തത് 2 സഹോദരങ്ങൾ, എൻ്റെ 2 ബ്രദേഴ്സും എൻ്റെ ഒരു മൂത്ത സിസ്റ്ററും ഉണ്ട്. എൻ്റെ പപ്പായുടെ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ പപ്പായുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. പപ്പയുടെ കുടുംബത്തില് 4 ആൺകുഞ്ഞുങ്ങളും ഒരു സിസ്റ്ററുമാണ് പപ്പായ്ക്കുള്ളത്. എനിക്കൊരു മാവിയും പപ്പായുടെ മൂത്ത 3 ജ്യേഷ്ഠന്മാരുമാണ് ഉള്ളത്. എൻ്റെ അപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ, പപ്പായുടെ പപ്പ ഒരു അധ്യാപകനായിരുന്നു, സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പച്ചൻ തികഞ്ഞ ബ്രദറിലെ ഒരു തികഞ്ഞ സുവിശേഷകനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിലുപരിയായിട്ട് എൻ്റെ അപ്പച്ചൻ തിരുവചനം മുഴുവൻ എൻ്റെ അപ്പച്ചൻ എൻ്റെ ബാല്യകാലത്തിൽ തന്നെ എനിക്ക് ഓർമ്മയായ കാലം മുതൽ എനിക്കറിയാവുന്നത് എൻ്റെ അപ്പച്ചൻ ഈ ബൈബിൾ മുഴുവൻ കാണാപ്പാടമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നെന്ന് എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിന് 3 ജ്യേഷ്ഠന്മാരാണ്. എൻ്റെ വല്യപ്പച്ചന് 5 മക്കളായിരുന്നു. 5 മക്കളിൽ മൂത്ത 3 പേർക്കും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ പിതാവിനെ കുറിച്ചുള്ള ദൈവോദ്ദേശം എനിക്ക് ഇപ്പോഴും അറിയില്ല.
ആ ദൈവത്തിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, എന്റെ വല്യപ്പച്ചൻ തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ എന്റെ വല്യമ്മച്ചി, അന്ന് എനിക്ക് അതിന്റെ ഒന്നും അർത്ഥം മനസ്സിലായിട്ടില്ല. എന്റെ വല്യമ്മച്ചി രാവിലെ ഞാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്, എഴുന്നേൽക്കുമ്പോൾ. അതിനുശേഷം ഞാൻ എന്റെ എന്റെ വീടിനടുത്തായിരുന്നത് കാരണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഞാൻ വീട്ടിൽ വരുമായിരുന്നു. ആ സമയത്ത് എന്റെ അമ്മച്ചി അന്നേരം ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം രാത്രിയിലും അമ്മച്ചി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇന്നും എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ കണ്ണാടിയും എൻ്റെ അമ്മച്ചിയുടെ ബൈബിളും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അപ്പച്ചന്റെ ബൈബിള് ഇന്നും എൻ്റെ ബ്രദറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അത് വിലപ്പെട്ട ഒരു സ്വത്താണ് ഞങ്ങൾക്ക്. ഇത് തീരെ ഈ ബൈബിൾ മാത്രമല്ല, അതിന്റെ റെഫറൻസുകളെല്ലാം അപ്പച്ചൻ കറക്റ്റായിട്ട് എഴുതി, അതിന്റെ വാക്യങ്ങള് ബൈബിളിൽ തന്നെ. അപ്പച്ചന്റെ ബൈബിളിന്റെ ഒരു പേജ് പോലും ഇല്ല ഫുൾ എഴുതാത്തത്. അപ്പച്ചൻ അത് മുഴുവൻ എഴുതിയിട്ടുണ്ട്. ആ ബൈബിൾ കാണുന്നത് തന്നെ അങ്ങനെ ഒരു ബൈബിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ എൻ്റെ ഇപ്പൊ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അമ്മച്ചി കരഞ്ഞതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും ഒക്കെ ആ പിന്നിലുള്ള ആ ഒരു ഇത് അപ്പച്ചന്. കാരണം 3 മക്കൾക്ക് തലമുറകളില്ലായിരുന്നു. അവര് അങ്ങനെ ആയിരുന്ന സമയങ്ങളിലാണ് എൻ്റെ പപ്പായിക്ക് വിവാഹം കഴിക്കുവാൻ ഇങ്ങനെ വിവാഹാലോചനകളൊക്കെ വരുമ്പോഴും ഈ കാരണത്താൽ എൻ്റെ പപ്പായുടെ വിവാഹാലോചനകളൊക്കെ മുടങ്ങിപ്പോകുന്ന ഒരു അവസരങ്ങളൊക്കെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ അമ്മച്ചി, എൻ്റെ മമ്മി, എൻ്റെ മാതാവ്, അവരുടെ വീട്ടിൽ 4 സിസ്റ്റേഴ്സും 1 ബ്രദറുമാണ്. ഏറ്റവും ഇളയ ബ്രദർ, 4 സിസ്റ്റേഴ്സുമാണ്. അമ്മച്ചി പപ്പ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പ്രതീക്ഷയില്ല. കാരണം 3 മക്കൾക്കും മക്കളില്ല. ഒരു പ്രതീക്ഷയില്ലാതിരുന്നു. കാരണം ഒരു മാതാവിന്റെയും പിതാവിന്റെയും വേദന എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെയും വേദന. കാരണം 3 അതും അവരെല്ലാവരും വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളായിരുന്നു. കാരണം എൻ്റെ പപ്പയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ 107ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 2 വർഷം മുമ്പാണ് മരിക്കുന്നത്. 2 വർഷം ആയിട്ടില്ല കറക്റ്റ്. അപ്പച്ചൻ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പാസ്സാണ്. അതിന്റെ താഴെയുള്ളത് അപ്പച്ചനുണ്ട്. അപ്പച്ചനും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതാണ്. അതിന്റെ എൻ്റെ പപ്പായുടെ നേരെ മൂത്ത ജ്യേഷ്ഠൻ അന്നത്തെ MA കാരനായിരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥത്തിലാണ്, സൂപ്രണ്ടായിട്ടാണ് അപ്പച്ചൻ വിരമിച്ചത്. അപ്പം എല്ലാം ഉണ്ട് എൻ്റെ അപ്പച്ചന്റെ കയ്യില്. അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ട്. എൻ്റെ പപ്പായ്ക്ക് ജോലിയുണ്ട്. അങ്ങനെ ഞാനങ്ങനെ ചെറുപ്പകാലത്തിലൊന്നും ഭൗതികമായ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ എല്ലാം ഉണ്ട് ആ ഭവനത്തിൽ. പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദുഃഖമാ എനിക്കന്ന്. ഞാൻ ചെറുതാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെ ഒരു ദുഃഖം തളം കെട്ടി കിടക്കുമ്പോഴാണ് എൻ്റെ പപ്പായെ, എൻ്റെ മമ്മിയെ പപ്പ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന, അപ്പച്ചന്റെ ജീവിതമൊക്കെ ആയിരിക്കാം. കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ ജനിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം 3 വർഷം അപ്പം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് അമ്മച്ചി പറയുന്ന കാര്യങ്ങൾ. എൻ്റെ മൂത്ത ബ്രദറിനെ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് കാരണം എൻ്റെ മമ്മിയുടെ വീട് തിരുവല്ലയിലായിരുന്നു. തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഉണ്ടായപ്പോൾ എൻ്റെ വല്യമ്മച്ചി കയ്യിലെടുത്ത് എൻ്റെ ബ്രദറിനെ സുശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നു. ഈ മകൻ വളർന്നു വരുവാണെങ്കിൽ ഒരു സുശേഷനാക്കാമെന്നുള്ളത് അമ്മച്ചിയുടെ ഒരു തീരുമാനമായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു സ്റ്റോറിയാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ ബ്രദർ ഉണ്ടായി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ, 2.5 വർഷം കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠത്തി ജനിക്കുവാനിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠത്തി ജനിച്ച് കഴിഞ്ഞ് 7.5 വർഷം കഴിഞ്ഞ് കർത്താവ് ഒരു ദാനമായിട്ട് ഞാനും ആ വീട്ടിൽ ജനിക്കുവാനിടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബ്രദറൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എപ്പോഴും ഒരാത്മീയമായ ഒരു അന്തരീക്ഷം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ മലയാളം അക്ഷരം പഠിച്ചു വരുമ്പോൾ ഏകദേശം 2ലോ 3ലോ ആയിരിക്കാം. പഠിച്ചു വരുമ്പോൾ അപ്പച്ചന് ഇങ്ങനെ ഒരു ബെഡുണ്ട്. ബെഡിന്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ടേബിളിന്റെ ഇപ്പുറത്ത്
ഒരു ചെയറാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇട്ടിട്ട് എന്നെ അവിടെ ഇരുത്തും എന്നും വൈകിട്ട്. എനിക്ക് ആ സമയം ഒട്ടും ഇഷ്ടമല്ല. കാരണം ഞാൻ കളിക്കേണ്ട സമയം അപ്പച്ചൻ എന്നെ വിളിച്ച് അവിടെ ഇരുത്തി എന്നോട് പറയും, മോൻ വേദപുസ്തകം വായിക്കും. അപ്പം എല്ലാം കറക്റ്റായിട്ട് വായിക്കണം. അപ്പം എനിക്ക് ഭയങ്കര അരോചകത്വം ആ സമയം. കാരണം എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പച്ചൻ എന്നെ ആ 1 മണിക്കൂറോളം അരമണിക്കൂറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പച്ചൻ ഓപ്പോസിറ്റ് സൈഡിലിരിക്കും. അപ്പച്ചന്റെ ബൈബിളാണ് എനിക്ക് വായിക്കാൻ തരുന്നത്. അപ്പച്ചന്റെ കയ്യിൽ ബൈബിളില്ല. ഇന്നത്തെ പോലെ അന്ന് ധാരാളമായ ബൈബിള് ഒരു വീട്ടിലില്ല, എല്ലാവർക്കും ഓരോ ബൈബിള്. അപ്പം അപ്പച്ചൻ ഇങ്ങനെ ഞാൻ വായിക്കും. പിന്നെ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഞാൻ വായിക്കാൻ പഠിച്ചപ്പോൾ അപ്പച്ചൻ എനിക്ക് പ്രവചന പുസ്തകങ്ങളൊക്കെയും വായിക്കുവാൻ എനിക്ക് പ്രോത്സാഹനം തന്നു. അപ്പൊ എനിക്ക് ഈ പ്രവചന പുസ്തകമൊക്കെ ഒരുപാട് വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമായി തോന്നിയില്ല. ഞാൻ ചില വാക്യങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യുമ്പോൾ അപ്പച്ചന് ഒന്നും പറയത്തില്ല. അപ്പച്ചൻ ശ്രദ്ധയോടെ കേൾക്കും. അതിനുശേഷം എല്ലാം ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് അപ്പച്ചൻ എന്നോട് ചോദിക്കുമായിരുന്നു, അപ്പച്ചന്റെ കൈ ബൈബിളില്ല. അപ്പച്ചൻ എന്നോട് ചോദിക്കും, മോന്റെ ബൈബിളില് യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇല്ലായിരുന്നോ? യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്കും തിട്ടമായിരുന്നു എൻ്റെ അപ്പച്ചന് ബൈബിള്. അങ്ങനെ കാരണം എൻ്റെ പപ്പായുടെ മൂത്ത ജ്യേഷ്ഠനാണ് എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. കാരണം വചനത്തിൽ എനിക്ക് ഉറയ്ക്കുവാനും അന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ വചനം എത്രത്തോളം എന്നെ സഹായിച്ചു എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ എനിക്ക് ജീവിതത്തിലിടയായി തീർന്നു. എല്ലാവരും സാക്ഷ്യം പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഉള്ള പാരമ്പര്യമില്ല. എന്നാൽ വിശ്വാസത്തിലുള്ള പാരമ്പര്യമായിരുന്നെങ്കിൽ കർത്താവിനെ നടത്തിയ വഴികൾ, കർത്താവിനെ ഉപയോഗിച്ച വിധങ്ങളൊക്കെ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിനെ പ്രകാരം എനിക്ക് സ്തുതിക്കണമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസമൊക്കെയും അപ്പച്ചൻ പഠിപ്പിക്കുന്ന സ്കൂളിലത്തെ അപ്പച്ചൻ, ഞാൻ സ്കൂളിലായപ്പോഴത്തേക്കും അപ്പച്ചൻ റിട്ടയർമെന്റ് ആയി. അതിനുശേഷം എനിക്ക് നല്ല ഓർമ്മയില്ല. കാരണം എൻ്റെ സിസ്റ്ററിനേക്കാൾ 7.5 വയസ്സിന് ഇളയതായത് കാരണം എനിക്ക് അത്ര ഓർമ്മയില്ല. എൻ്റെ സിസ്റ്റർ അതിന് മുമ്പ് പപ്പായും എൻ്റെ അമ്മച്ചിയും തൃശ്ശൂരിന്റെ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായി തീർന്നു. അവിടെ വെച്ചാണ് അവര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വെച്ചാണ് അവര് പെന്തക്കോസ്ത് ആരാധനയിൽ അവർക്ക്, കാരണം അന്നത്തെ സമയത്ത് ഒരുപാട് ആരാധനാലയങ്ങളൊന്നുമില്ല, അവര് കടന്നു പോവുകയും അങ്ങനെ പപ്പായും എൻ്റെ മമ്മിയും പെന്തക്കോസ്ത് ആരാധനയിലാണ് ആ സമയം മുതൽ കടന്നു പോകുന്നത്. പിന്നീട് അവര് പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നു പോകാൻ ദൈവമിടയാക്കി. എനിക്ക് അത്ര ഓർമ്മയില്ല എങ്കിലും എൻ്റെ സിസ്റ്റർ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു, അതോ 6 വയസ്സുള്ളപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവൾക്കൊരു പനി വന്നതിന് ശേഷം അവളെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു. അതിനുശേഷം അവൾക്ക് പനി കലശലായി തീർന്നു. അപ്പം എൻ്റെ മാതാവ് വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലാണ്. ഏകദേശം എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. 6 വയസ്സ് ഇല്ലായിരുന്നു, ഞാനില്ലായിരുന്നു. കാരണം 6 വയസ്സെന്ന എനിക്കത് അമ്മച്ചി പപ്പായും പറഞ്ഞുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കെ അവര് പ്ലാൻ ഇടും. പക്ഷെങ്കിൽ ചേച്ചിക്ക് കടുത്ത പനി അങ്ങ് കൂടിക്കഴിഞ്ഞതിന് ശേഷം ന്യൂമോണിയായി അതങ്ങ് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ നേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്നപ്പോൾ അവളുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടായ പോലെ ഇഞ്ചക്ഷൻ മരുന്ന് കയറുന്നില്ല, മരുന്ന് റിജക്റ്റ് ചെയ്യുന്നു ശരീരത്തിൽ നിന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിക്ലെയർ ചെയ്തു അവള് മരിച്ചുപോയിന്ന്. അപ്പം വീട്ടില് അവളെ സംസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു. എൻ്റെ മാതാവ് ഒരു ഭ്രാന്തിയെ പോലെ ദൈവസന്നിധിയിലിരുന്നു. എൻ്റെ കർത്താവ് എനിക്ക്, കാരണം ഞങ്ങളുടെ കുടുംബത്തില് കുഞ്ഞുങ്ങളില്ല, ഞാൻ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. 2 ആൺകുട്ടികളെ തന്നതിന് ശേഷം ആഗ്രഹിച്ച ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി കൊടുത്തു. പക്ഷെങ്കിൽ ആ കുഞ്ഞിനെ മരിച്ച്
കൊണ്ടുപോകാൻ പപ്പായും മമ്മി ആഗ്രഹിച്ചില്ല. മമ്മി ഒരു ഭ്രാന്തിയെ പോലെ കരയുവാൻ പ്രാർത്ഥിപ്പാനും തുടങ്ങി. ദൈവസന്നിധിയിൽ മമ്മി പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ കുഞ്ഞിനെ മടക്കി തരണം, കർത്താവേ എനിക്ക് ഈ കുഞ്ഞിനെ മടക്കി തരണം. പ്രാർത്ഥിച്ച് എൻ്റെ ആ സമയത്തൊക്കെ പറയുന്നത്, എൻ്റെ അമ്മച്ചിക്ക് ഒരു തരത്തില് ഒരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലായി തീർന്നു അമ്മച്ചി. കാരണം അതുപോലെ ദൈവത്തോട് യാക്കോബ് മല്ല് പിടിച്ചതുപോലെ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ ഫ്യൂണറലിന് വേണ്ടി ഇവര് അന്നത്തെ കാലത്ത് ജീപ്പാണ്. ജീപ്പില് പപ്പായുടെ ജ്യേഷ്ഠന്മാരും എല്ലാരും കൂടെ പോവുകയാണ്. പോയി വീടോട് അടുക്കാറായപ്പോൾ അവൾക്കൊരു അനക്കം. അവൾ അനങ്ങാൻ തുടങ്ങി. തിരികെ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവള് അത്ഭുതകരമായി, ഞാനിന്ന് 100% വിശ്വസിക്കുന്നു, എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ് ആ കുഞ്ഞിനെ തിരികെ ലഭിച്ചത്. ഇന്നെൻ്റെ ജ്യേഷ്ഠത്തി കോഴഞ്ചേരിയുടെ പ്രദേശത്ത് 2 കുഞ്ഞുങ്ങൾ അവൾക്ക് ഉണ്ട്. മൂത്ത മോൾ അമേരിക്കയിലായിരിക്കുന്നു. രണ്ടാമത്തെ മോന് 26 വയസ്സോളമുണ്ട്. 2 കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബമായിട്ട് അവിടെ പാർക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ അമ്മച്ചിയെ, എൻ്റെ മമ്മിയെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നു. എൻ്റെ മാതാവ് വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എപ്പോഴും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ സമയത്തൊക്കെ അത്രയൊന്നും വിശ്വാസം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം ഒന്നും അത്ര എനിക്ക് ആ വിശ്വാസമൊന്നും എനിക്കില്ല. ഞങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് അതൊരു അരോചകത്വമായിട്ട് തോന്നി. ഇപ്പോഴും രാത്രിയിൽ അമ്മച്ചിയുടെ കരച്ചില്, കണ്ണുനീരിന്റെ ശബ്ദം, കണ്ണുനീര് ഇങ്ങനെ ഒഴിക്കുന്ന മുഖം, കരയുന്ന ശബ്ദം, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പലപ്പോഴും ഞങ്ങളെല്ലാവരും അരോചകത്വമാണ്. ഞങ്ങൾക്ക് അത്രയും ആ സമയത്ത് അറിയത്തില്ലല്ലോ വിശ്വാസത്തിന്റെ ആ ആഴം എത്രയാണെന്നും അമ്മച്ചി അനുഭവിച്ചിട്ടുള്ള ആത്മീയ അവസ്ഥ ഏത് പ്രകാരമാണ് അമ്മച്ചി കടന്നു പോയതെന്നൊക്കെ അമ്മച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അമ്മച്ചിയുടെ ഈ പ്രാർത്ഥനയും കരച്ചിലിന്റെയും അർത്ഥം പിന്നീട് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ എൻ്റെ മാതാവിനിടയാക്കി തീർന്നു. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിനും കാരണം മാതാവിന്റെ കണ്ണുനീരായിരുന്നു. അതിനുശേഷം എൻ്റെ സ്കൂളിങ് കഴിഞ്ഞു. കോളേജില് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി കടന്നുപോയി. അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് പറയത്തക്ക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഒരു അത്യാവശ്യം ജീവിക്കാനെല്ലാം ഉള്ള ഒരു ഭവനത്തിലായിരുന്നു. എന്നാൽ ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴും ഞാൻ പെന്തക്കോസ്തിലാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് പോവും, സൺഡേ സ്കൂളിൽ പോവും. അതിനൊക്കെ നല്ല തിട്ടാണ്. കാരണം ഞാൻ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് ഓർമ്മയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് ചെറുതായിരുന്നു ഞാനപ്പോൾ. ഞാനും ഒരു പ്രാവശ്യം ഹോസ്പിറ്റലായിരുന്നപ്പോൾ എൻ്റെ മാതാവ് ആ ഹോസ്പിറ്റൽ കിടക്കയിൽ, ഞാൻ കിടന്ന കിടക്കയിൽ നിന്ന് എന്നെ 91 സങ്കീർത്തനം, 84 സങ്കീർത്തനം, 121 സങ്കീർത്തനം, അങ്ങനെ 19 സങ്കീർത്തനം, അങ്ങനെ കുറേ സങ്കീർത്തനം. ആ ഹോസ്പിറ്റലിൽ ഞാൻ 3-4 ദിവസം അഡ്മിറ്റായി ഹസ്വമായി കിടന്ന് എൻ്റെ മാതാവ് ബൈഹാർട്ട് ചെയ്യുവാൻ ഇന്നും എനിക്ക് ആ വാക്യങ്ങളൊക്കെ എനിക്ക് കാണാപ്പാടാണ്. കാരണം എൻ്റെ മാതാവ് എന്നെ ആ ഹോസ്പിറ്റൽ കിടക്ക പോലും ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്ത് ഞങ്ങളെ മുൻപോട്ട് വളർത്തുവാൻ എൻ്റെ മാതാവിനിടയായി തീർന്നു. എൻ്റെ പിതാവിന് ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞത്. സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അത്യാവശ്യം ഭൂമി കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പയുടെ റിട്ടയർമെന്റ് ആയി. അതിന്റെ ആ തുക എൻ്റെ സിസ്റ്ററുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവിടെ വരെ ഞങ്ങളുടെ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു നല്ല ഒരു പീരീഡ് ഓഫ് ടൈം ആൻഡ് ഗുഡ് പീരീഡ് ഓഫ് ടൈം ഓഫ് അവർ ലൈഫ്. ബട്ട് അതിനുശേഷമുള്ള ജീവിതം ഞങ്ങളുടെ അത്ര നല്ലതല്ലായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. പപ്പയുടെ ജ്യേഷ്ഠന്മാരെല്ലാം 2 പേര് അവിടെ തന്നെ, ഒരാൾ കോന്നിയിൽ, മാമൂട്ടില്. അങ്ങനെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സെറ്റിൽഡായി.
പപ്പ ഈ ജോലി എഴുതി കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഉം, ഒരു പക്ഷെങ്കിൽ ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ആ ഒരു ടൈം ഓഫ് പീരീഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ ദൈവത്തെ ഇത്രമാത്രം ആഴമായി ഞാൻ അറിയുവാനോ ആഴമായി വിശ്വസിക്കുവാനോ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനായിത്തീരുവാനോ ഇടയാകത്തില്ലായിരുന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വന്നു. ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ എപ്രകാരമാണ് പൂർത്തീകരിച്ചതെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതമുണ്ട്. എൻ്റെ മമ്മിയുടെ വീട്ടുകാരും നല്ല സമ്പന്നരായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചു. അപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ വളരെയധികം അതിനുശേഷം ഞാൻ പതുക്കെ പതുക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കാരണം എനിക്കൊരാവശ്യം വന്നാൽ എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ എന്നുള്ള. അപ്പം എൻ്റെ മമ്മി എന്നോട് പറയും, മോള് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിക്കാതെ ദൈവം നമുക്കൊന്ന് തരുമെന്ന് നമുക്ക്. കാരണം ഞങ്ങളെ 4 പേരും വിശ്വാസത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് കർത്താവ് ചില ശോധനകൾ കൂടി നമ്മളെ കടത്തി വരുമെന്നുള്ളത് അത് ഒരു അച്ചട്ടാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. വേദോസ്തവത്തിൽ പ്രകാരം കാണുന്നു, നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സമയാസമയങ്ങളിൽ ഇടയാക്കി തീർത്തു. അതിനുശേഷം കോളേജിന്റെ ഓരോ അനുഭവങ്ങളും ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഫീസ് കൊടുക്കാനായിട്ട്, കാരണം പപ്പ റിട്ടയർമെന്റ് ആയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ റബ്ബർ വെച്ചിരിക്കുകയാണ്. ആ റബ്ബറിൽ നിന്ന് ഞങ്ങൾക്ക് ആദായം കിട്ടണമെങ്കിൽ 6 വർഷം കഴിയണം. അപ്പൊ അത്രയും പീരീഡ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള പീരീഡായിട്ട് തീർന്നു. കാരണം ഞങ്ങൾ അത്രയും നല്ലൊരവസ്ഥയിലായിരുന്നു ആയിരുന്നത്. അതൊക്കെയും എൻ്റെ മാതാവ് ഒരിക്കൽ പോലും പിറുപിറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എൻ്റെ പിതാവ്, 2 പേരും. കാരണം വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ മാതാവ് ഞങ്ങളെ അതുപോലെ ആ ഒരു രീതിയിൽ ഞങ്ങളെ വളർത്തി. ആ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും ആ സമയത്ത് കാരണം ഞാൻ അറിവായ സമയത്താണ്. അപ്പം എനിക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിഞ്ഞു. പപ്പായ്ക്ക് ജോലിയില്ല, മുൻപോട്ട് നമുക്ക് ജീവിക്കണം. അപ്പം അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾക്കും പതുക്കെ പതുക്കെ കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് IPCയുടെ ഒരു സഭ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആരംഭിക്കുന്നതും. ആ സഭയ്ക്ക് സ്ഥലമില്ലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലാണ് ആ സഭ സ്ഥാപിക്കാനിടയായി തീർന്നത്. കുറേ വർഷങ്ങൾ ഞങ്ങളുടെ സഭ ഞങ്ങളുടെ വീട് ഒരു ആരാധനാലയമായി മാറി. അങ്ങനെ അതിനുശേഷം അവിടെ ആരാധനാലയം പണിതു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആത്മീയമായ കാര്യങ്ങൾ പഠിക്കുവാനും കർത്താവിനോട് കൂടുതലായി പറ്റിച്ചേരുവാനും ഒക്കെ ഇടയായി തീർന്നെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പാസ്റ്റർ ബിജു പാസ്റ്റർ, വേറൊരു പാസ്റ്റർ, ആ പാസ്റ്ററൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ആ പാസ്റ്ററൊക്കെ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകരായി തീരുവാനിടയായി തീർന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി എൻ്റെ ആത്മീയ ജീവിതത്തിൽ, കാരണം അതിനുശേഷം എൻ്റെ മൂത്ത ബ്രദർ ജോലിയോടുള്ള ബന്ധത്തിൽ വെളിയിലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ബ്രദർ കർത്താവിൻ്റെ വേല, കാരണം മൂത്ത ബ്രദറിനെയാണ് സുശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നിരുന്നത്. അങ്ങനെ എൻ്റെ അച്ചാച്ചന് പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു. അച്ചാച്ചൻ സുശേഷ വേലയ്ക്ക് പോയില്ല, ജോലിക്ക് പോയി. അതിനുശേഷം എന്നാൽ ഇന്ന് എൻ്റെ മൂത്ത ബ്രദർ കർത്താവിൻ്റെ വേലയിലാണ്. എൻ്റെ മാതാവും പിതാവ് ആഗ്രഹിച്ചതുപോലെ അവരെ മരിക്കുന്നതിന് മുമ്പേ അവരെ കർത്താവിൻ്റെ വേലയിൽ അവർക്ക് കാണുവാനിടയായി തീർന്നു. അതൊക്കെ അതിനും വലിയൊരു സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി. എൻ്റെ ഇളയ ബ്രദർ ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാൻ കടന്നുപോയി. പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഞാൻ തനിച്ചേ ഉള്ളൂ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ. അപ്പം അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ കാരണം എൻ്റെ വീട്ടില് ആ ഒരു ബുദ്ധിമുട്ടിന്റെ ടൈം അനുഭവിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് വാങ്ങിയ ഓരോരോ സമയങ്ങളും, എൻ്റെ പഠനം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വലിയ സഹായം എന്നോട് കൂടെ ഇരുന്നു. അതിനുശേഷം ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്,
എൻ്റെ വിവാഹം നടക്കണം. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വിവാഹം അനുഗ്രഹമായി നടന്നു. സഹോദരന്മാരുടെ വിവാഹം അനുഗ്രഹമായി നടന്നു. എൻ്റെ വിവാഹം എങ്ങനെ നടക്കും? അതൊരു ചോദ്യചിഹ്നമായി തീർന്നു. അത് ഞാൻ പലപ്പോഴും എൻ്റെ മാതാപിതാക്കൾ എന്നോടോ, ഞാൻ മാതാപിതാക്കളോ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ വളരെയധികം ഒരു ഭാരമായി തീർന്നു. അപ്പം എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ പപ്പായുടെ കയ്യിൽ പൈസയില്ല. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ട ഒരു ഹ്യൂജ് എമൗണ്ട് എൻ്റെ പിതാവിൻ്റെ കയ്യിലില്ല. അപ്പം എന്ത് ചെയ്യാമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന സമയങ്ങളിൽ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പല വിവാഹാലോചനകളും കടന്നു വന്നു. പല വിവാഹങ്ങളും നടന്നില്ല. അതിനുശേഷം എൻ്റെ 23-ാമത്തെ വയസ്സിൽ ആണ് എന്നെ കാണുവാൻ തടിയൂരിൽ നിന്ന്, അത് എൻ്റെ മമ്മിയുടെ ഒരു സിസ്റ്റർ റാന്നിയിലുണ്ടായിരുന്നു, കീക്കൊഴൂര്. അമ്മച്ചി ഇങ്ങനെ അമ്മച്ചിയുടെ മക്കൾ അമേരിക്കയിലായിരുന്നു. അപ്പം അമ്മച്ചി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുവാൻ ഞങ്ങളുടെ വന്നു. അപ്പൊ അമ്മച്ചിയുടെ കൂടെ വേറൊരു പാസ്റ്ററും ഉണ്ടായിരുന്നു. അവരെ കൂട്ടി അമ്മച്ചി ഇച്ചിരി പ്രായാധിക്യം കാരണം ആ പാസ്റ്ററും ഭാര്യയും അവരുടെ കൂടെയാണ് അമ്മച്ചി വന്നത്. മക്കളെല്ലാം അമേരിക്കയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ അമ്മച്ചി കടന്നു വന്നപ്പം അപ്പൊ ഇങ്ങനെ എന്നെ കണ്ടു. അപ്പൊ എൻ്റെ മമ്മി അന്ന് ഞാൻ പറയുന്നത്, അമ്മച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. അമ്മേ, കൃപമോൾക്ക് വേണ്ടി എവിടെയെങ്കിലും വിവാഹം നോക്കണേ. അങ്ങനെ പലരോടും അമ്മച്ചി പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് വളരെയധികം വേദനയുണ്ട്. 1 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ 50,000 രൂപയോ 1,00,000 രൂപയോ അങ്ങനെ അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് കല്യാണത്തിന് വേണ്ടി വേണം. അപ്പം അതിനുശേഷം ഏകദേശം 6 മാസത്തിന് ശേഷം എൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയുടെ കൂടെ വന്ന ആ പാസ്റ്റർ ഒരു വിവാഹാലോചനയുമായിട്ട് നമ്മുടെ വീട്ടിൽ കടന്നു വന്നതിന് ശേഷം ഈ എല്ലാം കണ്ടു. അവര് തിരികെ പോയിട്ട് അവര് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മള് പ്രത്യേകിച്ചൊന്നും വിവാഹമൊക്കെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനൊരു ദർശനം കണ്ടു. കർത്താവ് ഇങ്ങനെ ഞങ്ങൾ സ്വപ്നം കാണുന്നത്, എൻ്റെ പപ്പ ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ വിവാഹം തന്നെ തിരികെ വരുന്നു. അവര് ആ വിവാഹം നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ എൻ്റെ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അതിന്റെ ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാന് റൂമിനകത്തിരിക്കുകയാണ്, മമ്മി കിച്ചണിലാണ്. അപ്പം ഇങ്ങനെ ഒരു ജീപ്പ് കൊണ്ട് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിർത്തി. പപ്പ ആ സമയത്ത് കുരുമുളക് പറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നു. അപ്പം പപ്പായ്ക്ക് മനസ്സിലായില്ല ആരാന്ന്. കാരണം ഈ വിവാഹം അവര് വേണ്ടാന്ന് പറഞ്ഞു പോയതാണല്ലോ. അതിനുശേഷം പപ്പ പറഞ്ഞു, വീട്ടിൽ വിളിച്ചു ഇരുത്തി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോളുടെ വിവാഹം കഴിഞ്ഞു? പപ്പ പറഞ്ഞില്ല. അപ്പൊ ഏകദേശം ഒരു 2-3 മാസമായി ആ വിവാഹം. ഇവര് വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ട് അവിടെ വെച്ച് ആ പിതാവ് എൻ്റെ ഫാദർ ഇൻലോ എൻ്റെ വിവാഹം അവിടെ വെച്ച് വാക്കാൽ ഉറപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുതപരമായ കാര്യം. അവര് പിന്നെ വീട്ടുകാരെല്ലാം വന്ന് കണ്ടതിന് ശേഷം ഒരു രൂപ പോലും അവർ സ്ത്രീധനം ചോദിച്ചില്ല ഞങ്ങളോട്. സ്ത്രീധനം വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ എൻ്റെ പിതാവ് ഒരു നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവ് ഒരിക്കൽ പോലും തൻ്റെ മക്കളെ 4 പേരെയും വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. പിതാവ് പറഞ്ഞു, എനിക്ക് വസ്തുണ്ട്, ഞാൻ കുറച്ച് വസ്തു സ്ത്രീധനമായിട്ട് തരും, കല്യാണ ചെലവിനുള്ള അത്യാവശ്യം പൈസ തരുമെന്ന് പറഞ്ഞു. വിശ്വാസത്താലാണ് എൻ്റെ പിതാവ് പറഞ്ഞത്. എനിക്കറിയാം എൻ്റെ പിതാവിൻ്റെ ബാലൻസ് ഒന്നും ആ സമയത്തില്ല. എന്നെ പഠിപ്പിച്ചു, ഞങ്ങളെല്ലാം നല്ല രീതിയിലാക്കി. ലാസ്റ്റില് എൻ്റെ സമയം വന്നപ്പോൾ അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. അതിനുശേഷം എൻ്റെ വിവാഹം അനുഗ്രഹമായിട്ട് 1999 ജൂൺ മാസം 10-ാം തീയതി ഞങ്ങളുടെ വിവാഹം തടിയൂരുള്ള IPC ഹാളിൽ വെച്ച് നടക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അന്ന് എൻ്റെ ഹസ്ബൻഡ്
ജയ്പൂരിലായിരുന്നു ജോലിയുള്ള ബന്ധത്തില്. അതിനുശേഷം ഏകദേശം ഒരാഴ്ചക്കകം എന്നെയും 2 ആഴ്ചക്കകം എന്നെയും ജയ്പൂരിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അപ്പം ഞങ്ങൾ ജയ്പൂരിൽ കടന്നു വന്നപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല ജയ്പൂരിലെ ജീവിതം. വളരെയധികം ആ സമയം തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ കഷ്ടപ്പാടുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എന്ന് പറയാം. ഞാൻ ജീവിച്ച സാഹചര്യങ്ങളൊന്നുമല്ല ജയ്പൂരിൽ കടന്നു വന്നപ്പോൾ. ഞങ്ങൾക്ക് താമസിക്കാൻ ചെറിയൊരു റൂമുണ്ട്. കാലാവസ്ഥയൊക്കെ ഇത്രയും വേഴ്സ്റ്റായ കാലാവസ്ഥ. ആ കാലാവസ്ഥയിലൊക്കെ ജീവിക്കാൻ ഞാൻ ഓരോ വർഷം കഴിയുമ്പോൾ ആദ്യത്തെ വർഷം ഓർത്തു അടുത്ത വർഷം നാട്ടിൽ നമുക്ക് സെറ്റിലാകാൻ തിരിച്ചു പോവാം. പിന്നെ 99 കഴിഞ്ഞതിന് ശേഷം പിന്നെയും 2001 ഒക്കെ ഞാൻ ഓർത്തു നമുക്ക് തിരിച്ച് നാട്ടിൽ കടന്നു പോകാം. ഒരിക്കൽ പോലും ഞാനിവിടെ സെറ്റിലാകണമെന്നോ ഇവിടെ ജീവിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചില്ല. കാരണം എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ തനിയെ സർവൈവ് ചെയ്യാനൊന്നും ഉള്ള അങ്ങനെയുള്ളൊരു ഹാബിറ്റ് എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങള് വളരെയധികം എൻ്റെ മാതാവും പിതാവും ഒക്കെ എനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ ആ ഒരു നല്ല ശിക്ഷണത്തിൽ വളർത്തിയെടുക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞത് മൂലം മാതാവ് എൻ്റെ ജ്യേഷ്ഠത്തെ വിവാഹം ചെയ്തപ്പോഴായിരുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം പറഞ്ഞു കുഞ്ഞുങ്ങൾ വിവാഹം ചെയ്തയക്കുമ്പോൾ, അതൊക്കെ മമ്മി അതൊരു ആലങ്കാരികമായി പറഞ്ഞതായിരിക്കാം, പക്ഷെ ഞാനതൊരു സീരിയസ് ആയിട്ട് അതങ്ങ് എടുത്തു. ഒരു കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ കഷ്ടപ്പാടുകളും ഒന്നും മാതാപിതാക്കളോട് പറയരുത്, അതെന്റെ മനസ്സിൽ അങ്ങ് കോറി. അത് കാരണം ഞാൻ ഒരു കഷ്ടപ്പാടും എൻ്റെ മാതാവിനോടോ പിതാവിനോടോ പറയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. അതിനുശേഷം ഞാൻ 2000 ഞാൻ കൺസീവ് ചെയ്തു. കൺസീവ് ചെയ്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സോണോഗ്രാഫി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഫീറ്റൽ മൂവ്മെന്റോ ഗ്രോത്തോ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ കൺസീവ് ആകുന്നില്ല. പിന്നെ അതിനുശേഷം 2001 ഞാൻ കൺസീവായി. 2001 ഏപ്രിൽ മാസം 21 ഞങ്ങളുടെ മൂത്ത മകൾ, അവളുടെ പേര് ആൻസാറ സക്കറിയ എന്നാണ്, മോള് ഞങ്ങൾക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. ആ മോൾ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് കേരളത്തിൽ നിന്ന് എൻ്റെ ഡെലിവറിയോടുള്ള ബന്ധത്തില് മാതാവിന് കടന്നു വരുവാനിടയായി തീർന്നു. ഭയങ്കര ചൂടാണ് ആ സമയം. ജയ്പൂരില് ഭയങ്കര ചൂടുള്ള സമയമാണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ മാതാവ് വന്നപ്പോൾ മുതല് മാതാവ് ഉപവാസത്തിലാണ്. 3 ദിവസം ഉപവസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഉപവസിക്കരുത്, ഇങ്ങനെ ഭയങ്കര ചൂടാണ്, അമ്മച്ചിക്ക് കാലാവസ്ഥ അത്രമാത്രം പരിചയമില്ലാത്ത കാലാവസ്ഥ, സ്യൂട്ടബിൾ അല്ലാത്ത കാലാവസ്ഥ, കേരളത്തിൽ നിന്നൊന്നും ആഹാരം കൂടെ കഴിക്കാതെ ഇങ്ങനെ ഉപവസിക്കരുത്. അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ്. എൻ്റെ മാതാവ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ ഡെലിവറിക്ക് വേണ്ടി ആയിരിക്കും. എൻ്റെ മാതാവ് വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞാൻ പലപ്പോഴും ദേഷ്യപ്പെട്ടു അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ഇങ്ങനെ ഉപവസിക്കരുത്, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്, ശരീരത്തിലെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെങ്കിൽ ഞാൻ ഫുൾ പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂള് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് മതിലും ഞങ്ങളുടെ സ്കൂളിന്റെ ഗ്രൗണ്ടും ഒന്നാണ്. ഏകദേശം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കഴുത്തോളം വരും ആ ഗ്രൗണ്ട്, ആ മതില്. അപ്പം ഞാൻ ഫുൾ പ്രഗ്നന്റാ ഏപ്രിൽ മാസത്തില്. രാത്രി എനിക്ക് നല്ല ഉറക്കം വരുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കിടന്നു. രാത്രി ഏകദേശം 1 മണിയായപ്പം എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വെളിയിൽ പോകുന്നത് കേട്ട് ഞാൻ അറിഞ്ഞു നല്ലതായിട്ട്.
മമ്മി ഉറക്കത്തിലായിരുന്നു. വെളിയിൽ പോയി നല്ലതായിട്ടൊരു ഒരു അലറുന്ന ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് ഞാനും എൻ്റെ മാതാവും എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ജീവച്ഛവമായിട്ട് തറയിൽ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മാതാവ് ആ സമയത്ത് ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞു: എൻ്റെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകാനായിരുന്നോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇത് മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങള് താമസിക്കുന്നതും ഒരു മെയിൻ റോഡില്, ഫ്രണ്ട് മുഴുവൻ കടയാണ്, അതിന്റെ ബാക്കിലായിട്ടുള്ള ഒരു ഭവനമാണ് ഞങ്ങൾ താമസിക്കാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ ചുറ്റും മുഴുവന് കടകളാണ്. ഒരു അയൽവക്കമൊന്നുമില്ല, കടകളാ. കട രാത്രിയാകുമ്പം പൂട്ടിയിട്ട് കടക്കാര് അവരുടെ വീട്ടിൽ പോകും. എനിക്ക് അങ്ങനെ ആരെയും ഒരു ഹെൽപ്പിന് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അതിനുശേഷം എനിക്കൊരു ഓപ്ഷൻ കാണുന്നില്ല. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ വെള്ളം ഒഴിച്ച് നോക്കി, ഉണരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പം ആകെ ഉള്ളത് ഞങ്ങൾക്ക് സ്കൂളാണ്. അപ്പൊ സ്കൂളിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമാണ്. ഗ്രൗണ്ടിൽ നിന്ന് സ്കൂൾ വരെ എത്താൻ കുറെ ദൂരം പോകണം. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ എനിക്ക് കീ എടുത്തിട്ട് മെയിൻ റോഡ് തുറക്കണം, മെയിൻ റോഡിലോട്ടുള്ള ഗേറ്റ് തുറക്കണം, മെയിൻ റോഡിൽ നിന്ന് സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരിക്കും. അപ്പം ഇതൊക്കെ ഒരു പോസിബിലിറ്റി കുറവുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ എന്തോ ഞാൻ ആ സമയത്ത് നോക്കിയിട്ട്, എനിക്ക് എൻ്റെ ടെൻഷൻ കാരണമായിരിക്കാം, ഞാൻ നോക്കിയിട്ട് എനിക്ക് കീ കിട്ടിയില്ല. ഞാനും നോക്കി, എൻ്റെ മാതാവും നോക്കിയിട്ട് കീ കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല. എൻ്റെ ഹസ്ബൻഡ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെല്ലാം. എൻ്റെ ഹസ്ബൻഡ് ആ ഒരു അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ ഫുൾ പ്രഗ്നന്റ് ആണെന്നൊക്കെ ഞാൻ മറന്നു. നമ്മുടെ വെന്റിലേഷൻ ഇങ്ങനെ പണിത് വെക്കുന്ന ആ പിന്നെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ നാട്ടി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിട്ട് ആ മതിലെ കയറിയിട്ട് ഗ്രൗണ്ടിലോട്ട് ഞാൻ ചാടി. എനിക്ക് എന്ത് സംഭവിക്കുന്ന ഒന്നും എനിക്ക് അന്ന് അത്രയും ഓർക്കാനുള്ള അത്രയും ഉള്ള ഇന്നത്തെ ഒരു ബുദ്ധിയില്ല, ആ ഒരു അറിയത്തില്ല. പിന്നെ തന്നെയല്ല, എൻ്റെ ആ ഒരു അവസ്ഥയിൽ എനിക്കത് മാത്രമേ എൻ്റെ മുന്നിൽ സാധ്യതയായിട്ടുള്ളായിരുന്നുള്ളൂ. ഞാൻ സ്കൂളിലെത്തി. ഞാൻ ഡോർബെൽ പോലും അടിക്കാനുള്ള ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു. ഞാൻ ആന്റിന്ന് വിളിച്ചു. സ്കൂളിലെ ഞങ്ങളുടെ ഡയറക്ടർ സാറിന്റെ വൈഫിനെ വിളിച്ചു. പുള്ളിക്കാരി, ഞാൻ എന്തോ ആ അർദ്ധരാത്രിയുടെ സമയമായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എഴുന്നേറ്റിട്ട് ഓടി വന്ന് ഗേറ്റ് തുറന്നതിന് ശേഷം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനിലച്ചാൻ ഇങ്ങനെ ഒരു അബോധാവസ്ഥയിലായി ആന്റി എന്ന് പറഞ്ഞു. തിരിച്ച് എൻ്റെ കൂടെ പെട്ടെന്ന് പുള്ളിക്കാരി ആ സമയത്ത് ആന്റിയുടെ ആങ്ങള അവിടെ ഉണ്ടായിരുന്നു. ആങ്ങളെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി വന്നതിന് ശേഷം തിരിച്ചും ആ വഴിയെ തന്നെ പുള്ളിക്കാരിക്ക് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എനിക്കൊരു സഹായം ഉണ്ടായിരുന്നു, എനിക്ക് കയറാൻ ആ ഒരു വെന്റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കയറാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല മതിലേന്ന്. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയോ ഞാൻ ആ മതിലേ കയറിയതിന് ശേഷം ആന്റിയെ ഞാൻ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റി. അപ്പോഴെല്ലാം ആന്റിയുടെ മനസ്സിൽ എൻ്റെ വയറ്റിൽ എന്നോട് ചോദിച്ചു, എങ്ങനെയാ വന്നത്? ഞാൻ പറഞ്ഞു, ഈ മതിലിൽ നിന്ന് ചാടിയാ വന്നത്. അപ്പൊ ആന്റിയുടെ മനസ്സിൽ പിന്നീട് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ആന്റി ആരും ചിന്തിച്ചിട്ടില്ല, ആന്റിയും ചിന്തിച്ചില്ല. അതിനുശേഷം ഞങ്ങള് ഭവനത്തിൽ വന്നു. അപ്പോഴത്തേക്ക് ആന്റിയുടെ ആങ്ങള വന്നു. ഞങ്ങള് വണ്ടി കൊണ്ടുവന്ന് രാത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ അല്ലച്ചാനെ അഡ്മിറ്റ് ആക്കി. എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നും ഭാഷ അറിയത്തില്ല. ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചത് വീട്ടിലെ ഫുഡ് അല്ലാതൊന്നും കഴിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങള് ആ ഒരു മാനസികാവസ്ഥയിൽ കൂടെ, ഞാൻ ഫുൾ പ്രഗ്നന്റ് ആണ്, അതൊക്കെ ഞാൻ മറന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ആ ഒരു രാത്രി മുഴുവന്, ഇന്നും എനിക്ക് ഓർത്തു കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനല്ലാതെ എൻ്റെ മാതാവ് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്.
ഞങ്ങൾ പ്രാർത്ഥിക്കും, അല്ലാതെ ഞങ്ങൾക്കൊന്നും സാധ്യതയില്ല. വെളുപ്പിനെ ഒരു 5 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ണു തുറന്നു. ദൈവം അത്ഭുതകരമായ എൻ്റെ ഹസ്ബൻഡിനെ അവിടുന്ന് വിടുവിച്ചു. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ്, എൻ്റെ സാറമ്മോള് ജനിക്കുവാനിടയായി തീർന്നു. ആ കുഞ്ഞിന് യാതൊരു ഊനവും ഇല്ലാത്ത ഒരു പൈതലിനെ ദൈവം എനിക്ക് ദാനമായിട്ട് തന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സെറ്റിൽഡ് അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഞങ്ങളുടെ മാതാപിതാക്കള്, ഞാനും ദൈവത്തിന്റെ കൃപയാല് നല്ലൊരു ഭവനത്തിലാണ് വിവാഹം ചെയ്ത് എത്തുവാനിടയായി തീർന്നത്. നല്ല ദൈവത്തെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാതാപിതാക്കളാണ് എൻ്റെ ഹസ്ബൻഡിന്റെയും മാതാപിതാക്കളും. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷകരമായിട്ടാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് സന്തോഷത്തിനൊരു കുറവും ഇല്ലായിരുന്നു. പ്രാർത്ഥന, ഒരു ജീവിതം ഉള്ളതുകൊണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഏത് കഷ്ടത്തിൽ നിന്നും കർത്താവ് 6 കഷ്ടത്തിൽ യഹോവ നിന്നെ വിടുവിക്കുക, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ലെന്ന തിരുവചനത്തിൽ കാണുന്ന പോലെ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ജയോത്സവമായി നടത്തി ആ ദൈവത്തിന്റെ വിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ സമയങ്ങളും ഞങ്ങൾ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരുന്നു. അതിനുശേഷം 2004 ഞാൻ പ്രഗ്നന്റ് ആണ്. 2ാമത്തെ മോളെ ഞാൻ പ്രഗ്നന്റ് ആണ്. ആ സമയവും ആരും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരും. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ വിശ്വാസത്തിൽ അധികം ഉറപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ഇൻസിഡന്റും എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അതിനുശേഷം സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകാൻ ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. എന്നാൽ 2004 ഈ പറഞ്ഞതുപോലെ തന്നെ നവംബർ മാസം എൻ്റെ മമ്മി തന്നെ വന്നില്ല. എൻ്റെ മമ്മി ഓർത്തു, തനിയെ വന്നു കഴിഞ്ഞാൽ മമ്മി പപ്പായ്ക്കും ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് പപ്പായും മമ്മിയും കൂടെ എൻ്റെ 2ാമത്തെ ഡെലിവറിക്ക് വേണ്ടി വന്നപ്പോൾ ആ സമയത്ത് എൻ്റെ മൂത്ത ബ്രദറ് മുംബൈയിലാണ്. മുംബൈ വിരാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരന്, എനിക്ക് അങ്ങനെയാണെന്നാ തോന്നിയത്, പുള്ളിക്കാരന് പോസ്റ്റിംഗ് ആയിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു മെഡിക്കൽ കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് സമയം ജോലി ചെയ്യുകയാണ്. അപ്പം കൃപയുടെ അടുത്ത് അധികം സൗകര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം മുംബൈയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം, അവിടെ താമസിച്ചതിന് ശേഷം ഡെലിവറിയുടെ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ഓർത്ത് എൻ്റെ മാതാവും പിതാവും അവിടെ താമസിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ പിതാവിന് അവിടെ ആയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ടിന് പ്രോബ്ലം, അറ്റാക്കായി. പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിടെ 28 ദിവസം എൻ്റെ പപ്പ ഹോസ്പിറ്റലായിരുന്നു. പപ്പായ്ക്ക് ഇവിടെ വരുവാൻ സാധിച്ചില്ല. ഞങ്ങൾ അവിടെ പോയി പപ്പായെ കാണുവാനിടയായി തീർന്ന ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരികെ വന്നു. എൻ്റെ ഡെലിവറിക്ക് ഏതാനും ദിവസങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മുമ്പ് ആദ്യത്തേതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സിറ്റിയില് ഒരു മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പുള്ളി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ടാറ്റ സുമോയുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വണ്ടി ഹിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇടിച്ചു. ഞാനന്ന് സ്കൂളിലാണ്, പകൽ സമയമാണ്, ഞാൻ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്കൂളിൽ നിന്ന് എന്നെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് അന്നും ഇതുപോലെ ആന്റി എന്നോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റത്തില്ല. ആന്റി എന്നോട് പറഞ്ഞു, അനിൽ വണ്ടിയിൽ നിന്നൊന്ന് വീണു. ഇത്ര മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, അല്ലാതെ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ആദ്യത്തെ ഇൻസിഡന്റ് എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ ചിന്തയില്, എൻ്റെ ബ്രെയിനിൽ അനേക കാര്യങ്ങൾ മിന്നി മറയാനിടയായി. ഞാൻ മൂത്ത കുഞ്ഞിന് 3 വയസ്സ് ഉണ്ട്. 2ാമത്തെ മോള് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നു, അത് ഫുൾ പ്രഗ്നന്റ് ആണ്. അപ്പൊ എന്നെ ആന്റി ക്ലാസ്സിൽ നിന്ന് വിളിച്ച് ആന്റിയുടെ വീട്ടിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. അപ്പൊ ആന്റിയുടെ മുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയത്, എന്താന്ന് പറഞ്ഞു. ഒന്നും പറ്റിയില്ല, യാതൊരു കുഴപ്പമില്ല, ഇത് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ.
എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തോട് ആ സമയം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വിശ്വാസത്തിന്റെ ശോധന വലിയതാണെന്ന് എന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കുവാൻ കർത്താവിനെ ഇടയാക്കി. അപ്പം പുള്ളിക്കാരൻ പോയ വണ്ടിയെ ഇടിച്ചു. ഇടിച്ചതിന് ശേഷം പുള്ളിക്കാരന് എന്താ സംഭവിച്ചതെന്നറിയില്ല. വീണു, ഡിവൈഡറെ തലയിടിച്ച് വീണു. അവിടെ മയങ്ങി ആ റോഡിൽ കിടന്നു. വേറെ വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ എടുത്ത് ഫുട്പാത്തിലിട്ടു. അപ്പൊ ഫുട്പാത്തിൽ ഒരു ചെറിയ ചായക്കട ഉണ്ട്. ആ ചായക്കടക്കാരന് വളരെ ദുഃഖം തോന്നി. ഇങ്ങനെ പുള്ളിയുടെ കടയുടെ അടുത്ത് ഒരു ഡെഡ് ബോഡി പോലെ എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഒരു 90-95 കിലോയോളം ഉണ്ട്. ഇത്രയും പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം നോർത്ത് ഇന്ത്യയില് നാട്ടിലെ പോലെയല്ല, ആർക്കും സമയമില്ല, എല്ലാവർക്കും തിരക്കുള്ള അവസ്ഥയിലാണ്. ആരും അങ്ങനെ ആക്സിഡന്റ് ആയാൽ നമുക്കറിയാൻ മേലാത്തവരല്ലെങ്കിൽ നമ്മൾ അത്ര കാര്യമായിട്ട് ഒന്നും നമ്മള് നോക്കത്തില്ല. അങ്ങനെ ഇട്ടു കഴിഞ്ഞപ്പം ഈ ചായ വിൽക്കുന്ന മനുഷ്യന് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. പുള്ളിക്കാരന് എന്റെ ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് അന്ന് ചെറിയ നോക്കിയുടെ ഫോണെടുത്ത് അറിയാവുന്ന നമ്പറിലെല്ലാം വിളിച്ചു. പുള്ളിക്ക് എന്റെ ഹസ്ബൻഡിന്റെ പേരറിയത്തില്ല, എന്താ പുള്ളിക്ക് പറയണ്ടെന്ന് അറിയത്തില്ല. പുള്ളി ഇത്ര മാത്രം പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ അന്ന് ഒരു വിക്ടർ ആണുള്ളത്, ബൈക്ക്. ഒരു വിക്ടർ ആക്സിഡന്റ് ആയി. അത് ആ ഫോൺ കോൾ ഞങ്ങളുടെ പാസ്റ്ററുടെ അടുത്ത്, എന്റെ ഉപ്പാപ്പന്റെ അടുത്ത്, ഞങ്ങളെ അറിയുന്ന അനേകരുടെ അടുത്താ കോൾ ചെയ്യുന്നു. പക്ഷെ എന്താ പേരറിയില്ല. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയുമ്പോ ആരും അത്ര പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പാപ്പന് പാസ്റ്ററാണ്, പുള്ളിക്കാരന്റെ അടുത്തും എത്തി. പുള്ളിക്കാരനും അത്ര കാര്യമാക്കിയില്ല, ആരാന്നറിയത്തില്ല. അതിനുശേഷം ആ കോള് സ്കൂളിലും എത്തി, എന്റെ സ്കൂളിലും എത്തി. എന്റെ സ്കൂളിന്റെ ഡയറക്ടർ ശ്രദ്ധിച്ചു കേട്ട്, ആരാ വിക്ടറില് ജോലിക്ക് പോകുന്ന ആരാന്ന് അറിയത്തില്ല. പുള്ളിക്കാരന് എന്തോ തോന്നി, ആരാണെന്നെങ്കിലും നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്നോർത്ത് വേറെ ഒരു വ്യക്തിയെ വിളിച്ച അവരുടെ കാറിന് പുള്ളി അവിടെ ചെന്നു. അത് ഈ സംഭവം നടക്കുന്നതും ഞങ്ങളുടെ സ്കൂളുമായിട്ട് നല്ല ദൂരമാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യണം. പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ എന്റെ ഹസ്ബൻഡാണ്. അങ്കിള് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൾസൊക്കെ നോക്കിയപ്പോ പൾസൊന്നുമില്ല, ഒന്നും അനക്കമൊന്നുമില്ല. പുള്ളിക്കാരന് ചെറിയ കാറേല് എന്റെ ഹസ്ബൻഡിന് നീളമുള്ള കാരണം ആ കാറില് കിടത്താൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെയോ അവര് ഹോസ്പിറ്റലാക്കി. ആദ്യം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്കിള് കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, കർത്താവെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല, ഞാൻ സ്കൂളിലുണ്ട്. എനിക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലായി എന്തോ എന്റെ ഹസ്ബൻഡിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ പറയുന്നുണ്ട്, പക്ഷെങ്കിൽ സംസാരിപ്പിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം രാത്രിയില് ഒരു 9 മണി ആയപ്പോൾ എന്റെ ഹസ്ബൻഡ് കണ്ണു തുറന്ന് ബ്രെയിനിൽ ഒരു ചെറിയ മൈനർ ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു, മൈനറായിട്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരന് അബോധാവസ്ഥയിലായി തീർന്നത്. അങ്ങനെ ഏതായാലും കണ്ണു തുറന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരാനിടയായി തീർന്നു. അങ്ങനെ കർത്താവ് എൻ്റെ രണ്ട് പ്രഗ്നൻസിയിലും ജീവിതത്തിൽ ആർക്കും എനിക്കിപ്പോഴും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഓർക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് വിടുവിച്ചു. അതിനുശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡെലിവറി ആയി. നവംബർ 30 എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം എനിക്ക് ദാനമായി തന്നു. ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. എൻ്റെ ലേബർ റൂമിന്റെ വെളിയിൽ എൻ്റെ മാതാവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് ലേബർ റൂമിലോട്ട് പോയത്. അപ്പം കുഞ്ഞിനെ സൗഖ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, നാട്ടിൽ നിന്ന്
അവരുടെ ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കണം, ഒന്നുകിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ, രണ്ടിൽ ആരെങ്കിലും ഒരാളെ പിശാച് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് എൻ്റെ മാതാവ് അത്രയും ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും. ആ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ പിൽക്കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അനേക ആപത്തുകൾ, അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. 2016 ഞങ്ങള് 2016 തോന്നുന്നു, ഞങ്ങൾ 2016 ഞങ്ങൾ ഈ ഞങ്ങളുടെ ഭവനം പണിതു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഞങ്ങൾ ഒരിക്കൽ പോലും ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ജയ്പൂർ കടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നതാണ്, 238 രൂപയോ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വിശ്വാസത്തില് ഞങ്ങളുടെ ജീവിതം തുടങ്ങി. ഒരിക്കൽ പോലും ആരോടും ഞങ്ങളുടെ സഹോദരങ്ങളോടും ആരോടും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുവാന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയായിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്രകാരം ഞങ്ങൾക്ക് വളർത്തുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അന്നേരം ഒന്നും ഞങ്ങളുടെ പൈസ ഇല്ല. കാരണം നമുക്കൊരു ഭവനം പണിയുവാന്, ഒരു ഭവനം വാങ്ങുവാന് ഉള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ എനിക്കറിയത്തില്ല കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സഭയിൽ എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ഭവനം വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന്. ഞങ്ങളെ ഇന്നയോളം ജീവോത്സവമായി നടത്തിയ ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല എന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഭവനം ഞങ്ങളൊരു ലോണിൽ വാങ്ങിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 2016 ഇത് രണ്ടാമതൊന്നുകൂടെ റിന്യൂവേറ്റ് ചെയ്യുവാനും നല്ലതായിട്ട് അത് മേളിലോട്ട് പണിയുവാനും ഒക്കെ ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല ഞങ്ങളത് ചെയ്തത്. അതെല്ലാം വിശ്വാസത്തില് കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളൊക്കെ ആ സമയം ഞങ്ങളുടെ ഭവനം പണിയുന്ന സമയത്താണ് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും അസുഖമായി തീർന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൂത്ത മോൾക്ക് ടൈഫോയിഡും മഞ്ഞപ്പിത്തം ഒന്നിച്ചു വന്ന് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിന് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് എടുക്കുവാനില്ല. അന്ന് ഞാൻ സ്വപ്നം കാണുകയാണ്, ഇങ്ങനെ ഞാനൊരു ട്രെയിനിൽ പോകുന്നു, ഒരു നദി ഇങ്ങനെ ഒഴുകി പോകുന്നു. ആ നദിയിൽ ഒരുപാട് നോട്ടുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. പക്ഷെങ്കിൽ ഒരുപാട് പേര് ആ നോട്ട് എടുക്കുന്നു. പക്ഷെങ്കിൽ എനിക്ക് കിട്ടുന്നത് 40 രൂപ മാത്രമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കി തീർത്തു. അതിനുശേഷം എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ മൂത്ത മോള് വളരെയധികം സീരിയസ് ആയി തീർന്നു. ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഒന്നിച്ച് വന്നു. ഞങ്ങളപ്പോൾ ഭവനത്തിന്റെ പണിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളത് ഓർത്തില്ല. അവളുടെ ശരീരമൊക്കെ അങ്ങ് നീര് വെച്ചു. അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയില്ലാത്ത സമയങ്ങളൊക്കെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ ഒരു സഭയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും സൗഖ്യമായി ഭവനത്തിലെത്തി. ഞങ്ങൾ ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഞങ്ങൾ ആരോടും ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ സഹോദരങ്ങളോടൊന്നും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പറയത്തില്ലായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പറയുമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ധാരാളം കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും സഭയിലെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നല്ല, അറിയാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ ഒഴുകും. എന്നാൽ ഞാനൊരു മനുഷ്യരുടെ മുമ്പിൽ കരയുവാൻ എൻ്റെ ദൈവം എന്നെ ഇടയാക്കിയിട്ടില്ല. എൻ്റെ കർത്താവിന്റെ മുമ്പിൽ വളരെയധികം കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരോട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. ആ ഭവനം പണിതുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആഹാരം കഴിക്കുവാൻ ഞങ്ങൾക്ക് പച്ചക്കറിയോ ഞങ്ങൾക്ക് ഗോതമ്പൊടിയോ ആട്ടയോ മേടിക്കാൻ ഞങ്ങളുടെ ഈ പൈസയില്ല.
ഞങ്ങള് വളരെ വിഷമിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് അതിന് മുമ്പും അതിന് പിമ്പും ഞങ്ങൾക്ക് 1 രൂപ പോലും ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയിട്ടില്ല. അത് ഞങ്ങള് പറയുന്നതിലും എനിക്ക് ഇതുണ്ട്. കാരണം എന്റെ മാതാവും പിതാവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ മാതാവും പിതാവും പറയും, കളഞ്ഞു കിട്ടുന്ന ഒരു സാധനം നമ്മൾ എടുക്കരുത്. അത് എടുക്കരുത്, അത് നമ്മൾക്കുള്ളതല്ല, നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. കളഞ്ഞു കിട്ടുന്ന ഒരു സാധനം പൈസയാണെങ്കിലും വേറെന്ത് സാധനമാണെങ്കിലും അത് എടുക്കരുതെന്ന് എന്റെ 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 ബാല്യകാലത്തിൽ എൻ്റെ പിതാവും മാതാവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആം, അപ്പം ഇങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നോട്ട്, ഞങ്ങളുടെ കയ്യിൽ 1 രൂപയില്ല. ആ സമയത്ത് ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അത് 60 രൂപയായിരിക്കും. അങ്ങനെ 3ഓ 4ഓ പ്രാവശ്യം അങ്ങനെ വരെയും കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങള് ഞങ്ങള് ഞാൻ ഇന്ന് നന്ദിയോടെ സ്മരിക്കുന്നു. കാരണം നാളത്തേക്ക് ഞങ്ങൾക്ക് അത് ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വരെയും കർത്താവ് ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ഈ ഭവനം അത്ഭുതകരമായിട്ട് പണിയുവാനൊക്കെയും കർത്താവ് ഇടയാക്കി തീർത്തു. അതിനുശേഷം ഓരോ ദിവസവും ഞങ്ങള് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞങ്ങള് ദൈവം നടത്തിയ വിധങ്ങള്, ദൈവം നടത്തിയ വഴികള്, യോസഫ്, ഞാനെപ്പോഴും യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് എന്റെ തിരുവചനത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് യോസഫിന്റെ ജീവചരിത്രം. ഞാൻ വായിക്കുമ്പോൾ യോസഫ് ജീവിതത്തിൽ കടന്നുപോയ അവസ്ഥകളൊക്കെയും യോസഫിനെ ഏറ്റവും ഏറ്റവും ഒരു ബഹുമൂല്യ ഒരു ബൈബിളിലെ ഏറ്റവും ബഹുമൂല്യ ഒരു കഥാപാത്രമാക്കി തീർത്തു യോസഫിനെ. ഇന്ന് നമ്മൾ ഒരു ബൈബിളിലെ ഒരു വിലയേറിയ ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബൈബിളിൽ നോക്കുമ്പോൾ അത് യോസഫാണ്. അതിൽ വൺ ഓഫ് ദ പേഴ്സണാലിറ്റി യോസഫാണ്. അതുപോലെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുവാനും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയായിത്തീർന്ന പല സന്ദർഭങ്ങളിലും കർത്താവിനോട് ചില കാര്യങ്ങൾ മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് മേടിച്ച അവസരങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെയും ദൈവാനുഗ്രഹമായിട്ട് നടത്തി. എൻ്റെ ഫ്രണ്ട്സൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളെ ഉപരിപഠനത്തിനായിട്ടൊക്കെയും വിടുമ്പോൾ ഞാൻ മനസ്സിലോർത്തിട്ടുണ്ട്. കാരണം എൻ്റെ മൂത്ത മോളും രണ്ടാമത്തെ മോളുമായിട്ട് 3.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. 3.5 വയസ്സിന് വ്യത്യാസം ഇല്ല. അപ്പം മൂത്ത മോള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൊച്ചുമോള് 12th പാസ്സാവും. അപ്പൊ ഇവരെ രണ്ടിന്റെ നിർണായകമായ ഒരു സമയമാണ്. ഇവരെ രണ്ടുപേരെയും പഠിപ്പിക്കേണ്ട ഒരു സമയമാണ്. ഉപരിപഠനത്തിന് വിടേണ്ട ഒരു സമയമാണ്. ഞങ്ങളുടെ കയ്യില് ആ സമയത്ത് കോവിഡ് വന്നു. കോവിഡിന്റെ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. ഒരിക്കൽ പോലും ഞങ്ങളെ ആർക്കും അറിയത്തില്ല, ഞങ്ങളുടെ ഈ പൈസ ഇല്ലെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ല, അന്നും അറിയത്തില്ല. ഞങ്ങള് അങ്ങനെ ആ ഒരു അവസ്ഥയില് ഞങ്ങള് ആരെയും അറിയിച്ചിട്ടുമില്ല. അപ്പൊ ഞങ്ങള് ഞങ്ങള് തമ്മില് പറയും, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വിടും? അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, ഈ ദിവസം വരെ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണോ നമ്മളെ ഇത്ര നാൾ ദൈവം നടത്തിയത്? അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബലമായിരുന്നു. ഞാൻ ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ കഷ്ടപ്പാടുകളൊക്കെയും ജീവിതത്തിൽ വളരെയധികം കടന്നു വന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യകാലത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. കുടുംബത്തില് ഞാൻ വിവാഹത്തിന് മുമ്പ് ഞാൻ അനുഭവിച്ചു എങ്കിലും വിവാഹശേഷം കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളെയും എന്നെയും വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകി തന്നു. അതിലുപരിയായിട്ട് അതുപോലെ ഒരു ഭവനത്തിൽ എനിക്ക് എത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് ഇടയായി തന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് വളരെയധികം ഒരു പ്രയാസമായിരുന്നു, ഒരു ആദിയായിരുന്നു. കുഞ്ഞുങ്ങൾ ഓരോ ക്ലാസ് 9th കഴിയുമ്പോൾ 10th സാറ മോള്, 10th അത് കഴിയുമ്പോൾ 11th സാറ മോള്, ഹനുമോള് 8th കാരണം സ്കൂളിങ് എൻ്റെ സ്കൂളിൽ തന്നെ അവര് 12th വരെ അവർക്ക് പഠിക്കുവാൻ ദൈവം കൃപ നൽകി. അത്യാവശ്യം പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസം അത് കർത്താവിന്റെ വേല ചെയ്യാനാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസം നന്നായിട്ട് പഠിച്ചിട്ട് കർത്താവിന് അവരെ ഉപയോഗമുള്ള മാനപാത്രങ്ങളാക്കി തീർക്കട്ടെ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം അപ്രകാരം അവരുടെ വിദ്യാഭ്യാസത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അവരെ പഠിപ്പിക്കാൻ. ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങള്
ആ കോവിഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ലോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് ദൈവം അതൊക്കെ അടച്ചു തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിന് ശേഷം കർത്താവ് ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബുദ്ധിപരമായിട്ടും കർത്താവ് തന്നിട്ടുള്ള ബുദ്ധിക്ക് അനുസരണമായിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ചിട്ടയുണ്ട്, 2,00,000 രൂപയുടെ ഒരു ചിട്ടയുണ്ട്. 2 പേരെ ഉപരിപഠനത്തിന് വിടണം. അപ്പം ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞങ്ങളുടെ മോളെ UK വിട്ട് പഠിപ്പിക്കാമെന്നൊന്നും ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊച്ചുമോളും പഠിക്കുന്നത് അവള് പഠിക്കുന്ന കോളേജ് അത്രയും ഫീസൊന്നും ഞങ്ങളെ കൊണ്ട് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളെ ദൈവത്തിന് മുൻപിൽ മനുഷ്യരുടെ മുമ്പിൽ കർത്താവ് ഞങ്ങളെ ഒരു സാക്ഷിയായിട്ട് നിലനിർത്തിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ ഈ സമയം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 9th 10th ആയിരുന്നു അവർ പഠിച്ചു. അതിനുശേഷം 12th പാസ്സായി. മൂത്ത മോള് സെന്റ് സേവിയർ കോളേജിൽ BCA അഡ്മിഷൻ എടുത്തു. ആ കോളേജ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെ കോളേജ് വിടണം, കൊച്ചുമോള് 12th എന്നാൽ ദൈവം അതെല്ലാം അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നടത്തി തന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ചിന്തിക്കും, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ പറയാറുമുണ്ട്, എങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ഞങ്ങള് ചിന്തിച്ചത് ഒരു പക്ഷേ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു കണക്കായിരിക്കും ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷെ ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളെ കുറിച്ച് 50 ലക്ഷത്തിൽ ഉപരിയായി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ ഇന്ന് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് 2 പേരും, ഒരാള് BCA പാസ്സായി, ഒരാള് 12th പാസ്സായി. അപ്പം ഞങ്ങളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ എന്ത് ചെയ്യും, ഞങ്ങൾ പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു മോന് UK പോകുന്ന കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് പഠിപ്പിക്കണമെന്ന്. പക്ഷേ അതിന്റെ കാര്യങ്ങളെല്ലാം എൻ്റെ തമ്പുരാൻ തക്ക സമയത്ത് ക്രമീകരിച്ച് അവള് 2 വർഷക്കാലമായിട്ട് ഇന്നലെ അവളുടെ എക്സാം കംപ്ലീറ്റ് ആയി. 2 വർഷം അവളുടെ പഠനം സക്സസ്ഫുള്ളി അവൾ കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിടെയാക്കി തീർത്തു. അതുപോലെ തന്നെ കുഞ്ഞുമോളും അവള് കോയമ്പത്തൂരായിരിക്കുന്നു. അവളുടെയും വിദ്യാഭ്യാസത്തിന് എല്ലാ 6 മാസം കൂടി ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഹ്യൂജ് ഒരു എമൗണ്ട് അവൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ 12th അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. സ്കോളർഷിപ്പ് അവളുടെ പെർസെൻറ്റേജിൽ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാനിടയായി തീർന്നു. ഓരോ സെമസ്റ്ററിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ ആ സ്കോളർഷിപ്പ് അവളെ മുടക്കരുത്. കാരണം അവൾക്ക് 90% എബവ് അറ്റൻഡൻസും അതുപോലെ മാർക്കും അവൾക്ക് വേണം. പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് മുടക്കരുത്. ഇതുവരെയും ഈ 5 സെമസ്റ്ററും അവൾ സ്കോളർഷിപ്പോടുകൂടെ കാരുണ്യയിൽ പഠിക്കുവാൻ കർത്താവിടെയാക്കി തീർത്തു. 2,80,000 രൂപയാണ് അവളുടെ ഒരു സെമസ്റ്ററിന്റെ 6 മാസത്തെ ഫീസ് വരുന്നത്. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു സ്കോളർഷിപ്പോടുകൂടെ അവിടെ പഠിക്കുവാൻ തമ്പുരാൻ അവിടെ ഇടയാക്കി. ഞങ്ങളുടെ കണക്കുകൂട്ടല് നമ്മള് കണക്ക് കൂട്ടുന്നത് നമ്മളുടെ ഒരു മാനസികമായ ബുദ്ധിക്ക് അതീതമായാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ദൈവം കണക്ക് കൂട്ടുന്നത് നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ ചിന്തയ്ക്കും നമ്മൾ നിലയ്ക്കുന്നതിലും ഉപരിയായിട്ടാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. കർത്താവ് ഞങ്ങളെ നടത്തിയ വഴികളൊക്കെ ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഞങ്ങളെ പ്രകാരം ദൈവത്തെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാണ്. ദൈവത്തിന്റെ അവിശ്വസ്തമായ കരം, ഞങ്ങൾ അവിശ്വസ്തരായി തീർന്ന സമയങ്ങളിലും ദൈവത്തിന്റെ വിശ്വസ്തതയുള്ള കരം ഞങ്ങളെ മുറുകെ പിടിച്ച് ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ഇന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവും മാതാവും ഈ ലോകത്തിൽ നിന്ന്, എൻ്റെ മാതാവ് കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിതാവ് 5 വർഷമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിതാവും മാതാവും എന്നൊക്കെ എൻ്റെ മാതാവ് എന്നോട് പറയുമായിരുന്നു, മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നിങ്ങളാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ജീവിതമൊക്കെയും ഏകദേശം കുറെ ആയി, ഞങ്ങൾ പ്രായമായി. പക്ഷെങ്കില് ഇനി നിങ്ങളാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഓരോ ദിവസവും ഞങ്ങള് ദൈവസന്നിധിയിൽ ആ മാതാവും പിതാവും ഞങ്ങൾക്ക് പകർന്നു തന്ന
ആ ഒരു ആത്മീയ കാഴ്ചപ്പാടില്, ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തില് അന്ന് ഞങ്ങളുടെ മാതാവ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അമ്മച്ചി അങ്ങ് പ്രാർത്ഥിക്കും. എനിക്കങ്ങ് അങ്ങ് ഉറക്കം ശരിയാകത്തില്ല. നമുക്ക് അന്നേരം ഉണരേണ്ടി വരും. കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ മസ്റ്റായിരുന്നു. അതിന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ബുദ്ധിമുട്ട് പോലെ എനിക്ക് അനുഭവപ്പെടാനിടയായി തീർന്നു. പക്ഷെങ്കിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ആ ആത്മീയമായ സന്തോഷവും ഭൗതികമായ സന്തോഷവും ഒക്കെ ഞാൻ ഇന്നോർക്കും എൻ്റെ മാതാവിൻ്റെ ആ പ്രാർത്ഥന മൂലമാണ്, അല്ലെ എൻ്റെ പിതാവിൻ്റെ ആ ജീവിതത്തിന്റെ ആ വിശുദ്ധിയും വേർപാട് മൂലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങള് ഒരു സ്വപ്നം കാണുന്ന പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങള് ആയിരിക്കുന്നത്. കാരണം ഞങ്ങള് കുഞ്ഞുങ്ങളെയൊക്കെ പഠനത്തിന് വേണ്ടി വിട്ടതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയാറുണ്ട്, എങ്ങനെ അത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ മുന്നമേ കണ്ടു. ഞങ്ങളുടെ അപ്പൻ മുന്നമേ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ പെണ്ണാകാരമായിരിക്കുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങളെ അറിഞ്ഞ്, കർത്താവ് ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച് ഞങ്ങളെ അവിടുന്ന് നടത്തി, അവിടുത്തെ വിശ്വസ്തയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ ഇവിടെ ബഥേൽ ഫെലോഷിപ്പ് ചർച്ചിന്റെ മെമ്പേഴ്സ് ആയിരിക്കുന്നു. ആദ്യകാലത്തിൽ തന്നെ പാസ്റ്ററുകളോട് കൂടെ ചേർന്ന് പാസ്റ്ററുകളുടെ സഭയിലെ ഒരു ആദ്യ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്നും അവിടെ ആയിരിക്കുന്നു. സഭയുടെ കാര്യങ്ങൾക്കൊക്കെയും ഞങ്ങളാലാവുന്നത് ഞങ്ങൾക്ക് ചുമൽ കർത്താവ് ഞങ്ങളെ ഇടയാക്കി തീർത്തു. ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിപ്പാനോ പുകഴ്ച പറയാനോ ഒന്നുമില്ല. തമ്പുരാന്റെ ക്രൂശ് അല്ലാതെ പ്രശംസിപ്പാൻ ഈ ലോകത്തിലൊന്നുമില്ല. ദൈവം ഏതൊക്കെ ഉയരങ്ങളിൽ നമ്മളെ എത്തിച്ചാലും, ഏതൊക്കെ അവസ്ഥകളിൽ നമ്മൾ ആയിത്തീർന്നെന്ന് പറഞ്ഞാലും, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്ര ഞാൻ എന്നും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ എൻ്റെ ഹസ്ബൻഡും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. നമ്മളൊക്കെയും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. നമുക്ക് പ്രശംസിപ്പാൻ എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവൻ അല്ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഒരു പക്ഷെങ്കില് ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതൊരു അഭിമാനമുണ്ട്, അഭിമാനം ഇല്ലെന്നല്ല. എന്നാൽ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അലങ്കാരമായിട്ട് ഞങ്ങൾ കരുതിയേനെ. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലെ അലങ്കാരമല്ല. ഞങ്ങളുടെ മോള് യുകെയിലായിരിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, കർത്താവെ അവള് പഠിക്കുന്നതിലുപരിയായിട്ട് അവള് മിനിസ്ട്രിക്ക് ഒരു ഭാഗമായി തീരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അവള് അവിടെ ആയിരിക്കുമ്പോൾ അവള് ഒരു IPCയുടെ ചർച്ചിലാണ് അവള് ആരാധനയ്ക്ക് പോകുന്നത്. അവൾ അവിടെ ചെന്നപ്പോൾ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. 5 മാസം അവൾക്ക് ജോലി ലഭിച്ചില്ല. ആ സമയമൊക്കെ ഞങ്ങള് വളരെയധികം വ്യാകുലപ്പെട്ടു. ഞങ്ങളുടെ കയ്യില് ഞങ്ങള് കരുതി വെച്ചതെല്ലാം ഞങ്ങളുടെ തീർന്നതിന് ശേഷം ഞങ്ങൾ ഓർത്തു എന്ത് ചെയ്യും, അവൾക്ക് അടുത്ത മാസം ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങള് ഓർത്തു ഞങ്ങൾക്കൊരു വാഹനമുണ്ട്, ചെറിയൊരു വാഹനം, കാറുണ്ട്. അത് ഞങ്ങൾ ഓർത്ത് വിറ്റിട്ട് അവൾക്ക് നെക്സ്റ്റ് മന്തിന്റെ, കാരണം 5 മാസം ഞങ്ങൾ അവൾക്ക് UK ചെലവ് വളരെയധികമാണ്, അയച്ചു കൊടുക്കാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അയക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ നിവർത്തിയില്ല. അവളെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നപ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ നെക്സ്റ്റ് മന്ത് തൊട്ട് അവൾക്ക് ജോലി ലഭിക്കാൻ ഇടയായി തീർന്നതിന് ശേഷം അവൾക്ക് റൂമിന്റെ ഒക്കെ ആവശ്യങ്ങൾ വന്നു. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് അവിടെ നല്ലൊരു ഫ്രണ്ടിനെ അവൾക്ക് കിട്ടാൻ, ഫ്രണ്ടല്ല അവളുടെ ഒരു ചേച്ചിയായിട്ട് അവൾക്കൊരു മോളെ അവിടെ ദൈവം ദാനം ചെയ്ത് അവള് ആത്മീയമായിട്ട് അവളുടെയും ജീവിതത്തിൽ വളരെ കഷ്ടതകളിൽ കൂടി അവൾ കടന്നു വന്നു. കഷ്ടത എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവൾ ഗൾഫിൽ ജനിച്ചു വളർന്നതാണെങ്കിലും അവളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് അവൾ ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഇവൾക്കൊരു കൂട്ടായി കിട്ടിയത് ഇവളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി തീർന്നു. അങ്ങനെ അവരൊരു ക്യാമ്പസിൽ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. UK പോയി ഹാർട്ട്ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിന് പെർമിഷൻ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അവൾ ആ പ്രെയർ ബിൻസി എന്നാണ് അവളുടെ പേര്. അവള് സ്റ്റാർട്ട് ചെയ്തതിനകത്ത് ഇവളെ അതിനകത്ത് ഇൻവോൾവ് ആക്കി. ഇവള് ചെറിയ പ്രായത്തിലാണ് BCA കഴിഞ്ഞത്, ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. അവൾക്ക് അതിനത്ര പ്രായമായിട്ടില്ല. ഇവള് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ഞാൻ അന്നേരം എല്ലാം ഓർത്ത്, കർത്താവ് കൊടുത്ത താലന്ത് കർത്താവിന് വേണ്ടി അവൾക്ക് വിനിയോഗിക്കുവാൻ ദൈവം ഒരവസരം കൊടുക്കണേ. ഞാന് ഇവിടെ നമ്മൾ പോയപ്പോൾ തൊട്ടേ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, വഷളത്ത് നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. ഈ ലോകത്തിനൊരു പരസ്യകോലമായി തീരുവാൻ കർത്താവ് അനുവദിക്കരുത്. കർത്താവ് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ തന്നു. അവര് ഈ ലോകത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതിലുപരിയായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, ഞങ്ങൾ 2 പേരും ആഗ്രഹിക്കുന്നതും ഇന്നും പ്രാർത്ഥിക്കുന്നതും, അവർ കർത്താവിന് വേണ്ടി ചുമൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി, കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ജീവിക്കാനാണ് ഞങ്ങൾ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനൊക്കെ നമ്മളിടുന്ന ഒരു വാല്യൂ ഉണ്ട്. എന്നാൽ അനന്ത നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ കരുതിയിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പരിധിയില്ല. അതിന്റെ വില നമ്മൾക്ക് മതിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, അവര് ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ അവരുടെ ശരീരത്തിൽ, അവരുടെ ദേഹത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഇവര് കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് തീരണേ. ഇന്നത്തെ തലമുറ നമുക്കറിയാം എപ്രകാരമായിരിക്കുന്ന. ആ തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. പലതിനും ഞാനും അവരുടെ പിതാവും ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ അവരെ റെസ്ട്രിക്ഷൻ വെച്ചു. മോളെ അങ്ങനെ ചെയ്യരുത്, അത് അവിടെ പോകരുത്. അന്നേരമൊക്കെ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് ദുഃഖിക്കുമായിരുന്നു. കാരണം ഇന്നുള്ള കുഞ്ഞുങ്ങള് അനുഭവിക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് ഞങ്ങളെ മന ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവർക്ക് നിഷേധിച്ചു. കാരണം അവർക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ ഇപ്പോൾ അവർക്കത് മനസ്സിലാകും. ഇപ്പോൾ ഞങ്ങളുടെ കർത്താവിന്റെ വചനത്തിൽ കാണുന്ന പ്രകാരം മക്കൾ യഹോവ തരുന്ന ദാനം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. യൗവനത്തിലെ തന്റെ മക്കളെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവർ പട്ടണവാതിൽക്കൽ വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. അങ്ങനെ ഞാൻ ആ വാക്യം ഇപ്പോൾ മിക്കവാറും ഓർക്കും. അനേക കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ ഭാരപ്പെടുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവ് ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അവരവിടെ ആ പ്രാർത്ഥന അവള് സ്റ്റാർട്ടാക്കിയതിന് ശേഷം ബിൻസി അവള് MBBS കഴിഞ്ഞ് MD എടുക്കുകയായിരുന്നു. അവൾ അവിടുന്ന് പഠനം കഴിഞ്ഞ് കോളേജിൽ നിന്ന് മൂവ് ആയിപ്പോയി. അതെനിക്ക് വളരെയധികം പ്രയാസമായി തീർന്നു. എന്നാൽ ആ പ്രെയർ കണ്ടിന്യൂ നടത്തണമെങ്കിൽ പിന്നെയും ഇവൾക്ക് പെർമിഷൻ മേടിക്കണം. ഞങ്ങളുടെ മോൾക്ക് പെർമിഷൻ മേടിക്കണം. മോള് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ചു. അവിടെ ആ ഒരു യൂത്ത് മീറ്റിംഗ് ഇന്നും എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ആ ഒരു മീറ്റിംഗ് അവര് നടത്തുവാൻ ദൈവം അവിടെ നിന്ന് ഇടയാക്കി തരുന്നു. അവളോട് ചേർന്ന് അവരുടെ പാസ്റ്റർ, അവരുടെ അസിസ്റ്റന്റ് പാസ്റ്റർ, ചില വിശ്വാസികൾ, കോളേജിലെ കുറെ കുട്ടികളെ, അവരുടെ കൂടെ താമസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെയും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഡാറ്റ സയൻസിനാണ് അവൾ പഠിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും അവളോട് ചോദിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ അവൾക്ക് വളരെയധികം മാനസികമായ പ്രയാസം ഉണ്ടായി. ആ സമയങ്ങളിൽ ഞാൻ മുഴങ്കാലുകളിലിരുന്ന് ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവള് എപ്പോഴും പറയും, അമ്മ പ്രാർത്ഥിക്കണേ. അപ്പം അവൾക്കൊരു എന്തോ ഒരു ബലമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നുള്ളത്. അപ്പം ഈ ദിവസങ്ങളിൽ അവളുടെ എക്സാം ആയിരുന്നു. അപ്പം അവൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജോലി പാട്ട് എല്ലാം കൂടെ അവൾക്ക് നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല. എന്താണ് ജോലി ക്ലാസ് ഉള്ളപ്പോൾ അവൾക്ക് ജോലിയുണ്ട്. അപ്പം അങ്ങനെ ചില ദിവസങ്ങളിൽ അവൾക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അവളുടെ ജോലി സ്ഥലത്തും അവിടെ നല്ല സ്ട്രിക്റ്റ് ആണ്. അവൾക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആയപ്പം ഇവൾക്ക് പഠിക്കാൻ അത്ര സമയം അവൾക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച് വളരെയധികം മാനസികമായ വേദനയില്ല. അപ്പൊ ഞങ്ങള് ദൈവത്തോട് ഞങ്ങളുടെ വിഷയങ്ങൾ ഇന്നുവരെയും ശ്രദ്ധ വെച്ച് കേട്ട ഒരു തമ്പുരാൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ അവളുടെ എക്സാം കംപ്ലീറ്റ് ആക്കുവാൻ അവൾക്ക് ഇടയാക്കി. എന്നാൽ പരീക്ഷ എഴുതിയിട്ടൊന്ന് സന്തോഷകരമായി ഞങ്ങളോട് സംസാരിപ്പാൻ തന്നെ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ എന്നാൽ അവൾ ആ ഡാറ്റ സയൻസിൽ ആ ഒരു കോഴ്സ് പഠിക്കുന്നു. എനിക്ക് ആ ഒരു ഞാനത് ബോധറാക്കിയിട്ടില്ല. അതിനെ എനിക്ക് അത്രമാത്രം പ്രാധാന്യത്തിൽ ഞാൻ കാണുന്നതിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്.
അവള് വിദേശത്താണ്. അവളുടെ കൂട്ടുകാരെങ്ങനെയുള്ളതായിരിക്കാം, അവൾ ഏത് സാഹചര്യത്തിലായിരിക്കാം ജീവിക്കുന്നത്, ആ സാഹചര്യത്തിൽ അവൾ അകപ്പെട്ടു പോകാനിടയാതെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാനും കർത്താവളെ ഇടയാക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവള് പലപ്പോഴും അങ്ങനെയുള്ള എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് സ്ട്രീറ്റ് മീറ്റിങ്ങിൽ അവള് ട്രാക്ട് കൊടുക്കുന്ന ഫോട്ടോ, അവള് പാടുന്ന ഫോട്ടോ, അതൊക്കെ തരുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഞാൻ എൻ്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാനൊരു സുശേഷ വേലയ്ക്ക് കടന്നു പോകും, അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ കടന്നു. പക്ഷെ ദൈവം ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹങ്ങളും എന്റെ ചിന്തകൾക്ക് ഉപരിയായി എന്റെ കർത്താവ് എന്നെ നടത്തിയ, എന്നെ പരിപാലിച്ച ആ വിധങ്ങള്, എന്റെ കർത്താവ് എന്നെ ഉപയോഗിച്ച ആ വിധങ്ങളൊക്കെ ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യാൻ ഓരോ ദിവസവും കർത്താവോട് നെടിയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വൻകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതുവരെയും ഞങ്ങളെ നടത്തി, നാളെയും ഞങ്ങളെ നടത്തും എന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഞങ്ങളെ നടത്തിയ ദൈവം, ഞങ്ങളെ പരിപാലിച്ച ദൈവം, ഞങ്ങളെ ഓരോ ദിവസവും ജീവോത്സവമായി ഞങ്ങളെ നടത്തിയ ദൈവം വീണ്ടും ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞങ്ങള് ഈ അരോമ ടിവിയിലുള്ള വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നടത്തിയ ആ അവസ്ഥയ്ക്ക് ഒത്തുകൊണ്ട് ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ വാക്യം വായിക്കാനാണ്, ഞാൻ ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക എത്രയോ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. കർത്താവ് പലപ്പോഴും ഒരു കരിഞ്ജീരവുമായി, ഒരു ജീരവുമായി ഞങ്ങളെ തീർത്തുവെങ്കിലും ഒരിക്കലും ഞങ്ങളെ നശിപ്പിച്ചു കളയുവാനല്ല, ഞങ്ങളെ മെതിച്ച് ഞങ്ങളെ ഒരു പൊന്നാക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ ചില ശോധനയിൽ കൂടിയൊക്കെയും കടത്തിവിട്ടു. ആ ശോധനയിലൂടെയൊക്കെയും ഞങ്ങൾ കടന്നുപോയപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാനും കർത്താവ് ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തച്ചുടച്ചു കളയുവാൻ ഇടയാക്കാതെ ഞങ്ങളെ ചില അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതം, കാരണം ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടില്ലാത്ത അവസ്ഥകളിൽ കൂടി ഞങ്ങൾ സഹിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളോ ഞങ്ങളുടെ സഹോദരങ്ങളോ ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നപ്പോഴും ഞങ്ങളെ ഒറ്റയ്ക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് ദൈവത്തിന് വലിയ കരുണയാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ജോസഫിന്റെ കാര്യം പറഞ്ഞത്. ജോസഫ് സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ട ഫറവോന്റെ ഭവനത്തിൽ ത്യജിക്കപ്പെട്ട ആ അവസ്ഥയിലായിരുന്നപ്പോഴും എന്തിനാണെന്ന് യോസഫിന് പോലും മനസ്സിലാകാത്ത അവസ്ഥയില യോസഫ് പിന്നത്തേതിൽ യോസഫിന്റെ കുടുംബത്തിനും യോസഫിന്റെ ദേശത്തിനും യോസഫിന്റെ കുലത്തിനും ഒരു രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ കർത്താവ് യോസഫിനെ മുന്നമേ കണ്ടതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കർത്താവ് ചില ഉദ്ദേശങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളുടെ ആയുസ്സിനോട് കർത്താവ് ദീർഘമാക്കി ഞങ്ങൾക്ക് തന്നത്. ഇന്ന് ഞങ്ങള് ദൈവസന്നിധിയിലല്ലാതെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒരിക്കലും ഇടവരരുത്, പൂഴുവാൻ എൻ്റെ അപ്പന്റെ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് ഇടവരരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. ഞങ്ങൾ എവിടെ എത്തിയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങളെ ദൈവം എത്ര അനുഗ്രഹിച്ചാലും നിങ്ങൾ നാളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ബാങ്ക് ബാലൻസ് ഇടരുത്. എന്താണെന്ന് ചോദിച്ചാൽ, പപ്പ ഒരിക്കലും പോലും നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഇട്ട് നിങ്ങളെ വളർത്തിയിട്ടില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങളെ നടത്തി ദൈവം നാളെ നിങ്ങളെയും നടത്തി. നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ, നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം, വിശ്വസ്തയോടെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം. അത് മാത്രമേ ഞങ്ങൾ കുഞ്ഞുങ്ങളോ നിങ്ങൾക്ക് നാളെ അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന്. അവർക്ക് ദൈവം ഒരു പക്ഷെങ്കിൽ അവരെ ഈ ലോകത്തിൽ ഒരു സമ്പന്നരാക്കി തീർത്തേക്കാം. എന്നാൽ ആ സമ്പന്നതയിൽ നിങ്ങൾ അഹങ്കരിക്കൽ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ പഠിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പൈസ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിങ്ങളെപ്പോലെ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ ചിലപ്പോഴും അവരുടെ പിതാവ് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന, ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോള് അവധിക്ക് വരുമ്പോഴും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നാളെ മോളെ എവിടെ ആയിരിക്കും എന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കില്
പപ്പായും മമ്മിയും കഷ്ടപ്പാടിൽ നിങ്ങളെ പഠിപ്പിച്ചു, ഇത്രത്തോളം പഠിപ്പിക്കാൻ. എന്നാൽ നാളെ നിങ്ങൾക്കൊരു നല്ല അവസ്ഥ കടന്നു വരുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ കണ്ടില്ലെന്ന് നിങ്ങൾ നടിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കൽ പോലും ബാങ്ക് ബാലൻസ് ഇടരുത്. അതാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്രകാരം ഞങ്ങൾ ആയിരുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആയിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ഞങ്ങൾ കടപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ പറയുന്ന സാക്ഷ്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായാൽ അതിൽ പരം ധന്യാവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഇല്ലെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ആമേൻ. താങ്ക് യു കർത്താൻദാസി കൃപാ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നല്ല ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് നല്ല ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് ഭാഗ്യകരമായ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിയിലെ നല്ല അനുഭവങ്ങളാണ്. എന്നാൽ ഒരുപാട് വ്യഥകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അതിനോടനുബന്ധിച്ച് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്തുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. പിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പ്രാരംഭത്തിൽ പറഞ്ഞപ്പോൾ വളരെ ചില പ്രയാസങ്ങളൊക്കെ തലമുറകളില്ലാത്ത വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി വേദനകൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പിന്നത്തേതിലുണ്ടായ തലമുറകളും അവർക്ക് നേരിട്ടിട്ടുള്ളതായ പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ കേട്ടു. പ്രത്യേകിച്ച് സിസ്റ്റർ കടന്നുപോയ ഒരുപാട് തിക്താനുഭവങ്ങൾ, പ്രിയ അനിൽ ബ്രദർ അഭിമുഖീകരിച്ച ആ കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ ആ ക്രൂഷ്യൽ പീരീഡുകളിലൊക്കെയാണ് പലപ്പോഴും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്ത് ചെയ്യണം, ആര് സഹായിപ്പാനില്ല. പക്ഷേ തക്ക സമയത്ത് ദൈവം അതിനു വേണ്ടുന്ന അത്ഭുതകരമായ വഴികളെ ക്രമീകരിച്ചു. പ്രിയ സഹോദരന് ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ, കുടുംബജീവിതം, കർത്താവിൻ്റെ ശുശ്രൂഷ വിവിധ നിലകളിൽ ചെയ്യുവാൻ, അതുപോലെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ നാളിതുവരെ ദൈവം സഹായിച്ചല്ലോ. പിന്നെയും കർത്താവ് അവസരങ്ങളെ തരട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം അരോമ ടി വിയിലെ വ്യൂവേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ വിവിധ വിവിധ സാഹചര്യങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ജീവിതാനുഭവം സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ചുരുക്കം വാദ്യങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നത്തിനുമായിരിക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവേ, ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അവിടുത്തെ ഈ അരോമ ടിവിയുടെ TV മാധ്യമത്തിൽ കൂടെ കർത്താവിനെ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടയാക്കി അവിടുത്തെ മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ സന്നിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആരും ദിവസത്തെക്കാൾ ഉത്തമമാണെന്ന് ഞങ്ങൾ കർത്താവിന്റെ സന്നിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാനിടയാതിനോളം ഞങ്ങളെ നടത്തി പരിപാലിച്ചു. തൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഇത്രത്തോളം ഈ ഒരു മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കിയ അവിടുത്തെ വൻകൃപകൾക്കായി സ്തോത്രം സ്തുതിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാനും അവരുടെ വേദനകൾ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുവാനും കഴിയുവാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്രകാരം ഏത് അവസ്ഥയിൽ അവരായിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഞങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞങ്ങളുടെ നിലവുകളെയും ഞങ്ങളുടെ ചിന്തനകളെയും അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിലുള്ളത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ
അവരുടെയൊക്കെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിൽ അവിടെ ആയിരിക്കുന്നു, ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകാം, കർത്താവെ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തി ജീവിതങ്ങളുണ്ടാകാം, വിവിധങ്ങളെ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം, കർത്താവെ മാനസികമായ വ്യഥകൾ അനുഭവിക്കുന്നവരുണ്ടാകും. അവരുടെയൊക്കെയും ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതമായി, കർത്താവ് ഒരു അതിശയമായി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെയൊക്കെയും ജീവിതം അനേകരുടെ സാക്ഷ്യങ്ങൾ കൂടി ഒരു സാക്ഷി ഒരു മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അവരുടെ ജീവിതത്തിലും വലിയൊരു സാക്ഷ്യമായി അത് നിലകൊള്ളുവാൻ സ്വർഗം അവിടെ നിലയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വിതയ്ക്കുന്ന വചനമൊക്കെ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ച ദൈവം അത്രയും വളരുമാറാക്കുന്നത്, ഞങ്ങൾ നടുകയും നനയ്ക്കുകയും ചെയ്യുന്നതൊക്കെയും വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവെ ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുമാറാകണമേ, അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്ലാറ്റ്ഫോമിനെ കർത്താവ് വിപുലമാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തർക്കും സമാധാനവും ശാന്തി സമാധാനവും നൽകി അവിടുന്ന് അനുഗ്രഹിച്ചോളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്നേഹത്തിനായി സ്തോത്രം മാനവും എടുക്കണമെന്ന സുരക്ഷയുടെ നാമത്തിൽ താഴ്മയാച്ചിരിക്കുന്ന കൃപ ഉണ്ടായി കേൾക്കുമാറാകണമേ നാഥ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി പ്രിയ കൃപ അനിൽ സക്രിയ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനോട് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടാൻ ദൈവം ഉപയോഗിക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളുടേതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കും ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർത്ത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അതല്ല aroma.com.tv വെബ്സൈറ്റിലോ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.